കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട്, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണുന്നു. ദൈവത്തിൻ്റെ ചോദ്യത്തിന് പ്രവാചകനിൽ നിന്ന് വരുന്ന പ്രതികരണമാണ് നാം ഇവിടെ കാണുന്നത്. അടിയനിതാ, അടിയനെ അയക്കണമേ. ഇതായിരുന്നു അതിന് താൻ നൽകിയ മറുപടി. കർത്താവേ, ഞാൻ എൻ്റെ സ്വയ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ ഇത്രയും വർഷങ്ങളായി ഒരു പ്രവാചകനായിരുന്നു. ഇത്രയും വർഷമായി ഞാൻ അങ്ങയുടെ ദാസനും ആയിരുന്നു. ഇപ്പോൾ അനുതാപത്തോടെ വന്ന് അങ്ങയുടെ ആവശ്യത്തിനായി എന്നെ ഏൽപ്പിച്ചു തരുന്നു. ഞാനിനി ജീവിക്കുന്നത് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ആയിരിക്കും. ആ ദർശനം തൻ്റെ ശുശ്രൂഷയിൽ വലിയ ഒരു വ്യത്യാസത്തെ കൊണ്ടുവന്നു എന്ന് ഇത് വെളിവാക്കുന്നു. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. അതെന്തൊരു ശുശ്രൂഷയായിരുന്നു! അത്തരത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു പാത്രം ദൈവത്തിനുണ്ടായിരിക്കും. താൻ അത്തരത്തിലുള്ള ശുശ്രൂഷയെയും പാത്രത്തെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇത്. വിശുദ്ധന്മാരെ, കർത്താവ് നമ്മോടും ചോദിക്കുന്നത് ആർ നമുക്ക് വേണ്ടി പോകും എന്നാണ്. ദൈവം നമ്മെ തൻ്റെ ഉദ്ദേശത്തിനായുള്ള ഒരു പാത്രമായി ഒരുക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന് തൻ്റെ അയോഗ്യതയെ കണ്ട് നിലവിളിക്കുന്ന ഒരു പാത്രമായിരിക്കും അത്. ആ നിലവിളിക്ക് സ്വർഗത്തിൽ നിന്നും ഒരു പ്രതികരണം ഉണ്ടാകും. നമ്മെ അത്തരം ഒരു പാത്രമായി ഒരുക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് അനുഭവിക്കാം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ റോമാലേഖനം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഇതായിരുന്നു അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ഇത് വ്യക്തമാക്കുന്നു. നമ്മുടെ കണ്ണുകൾ കർത്താവിനെയും തൻ്റെ മഹത്വത്തെയും കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന നിലവിളി അപ്രകാരം തന്നെ ഉള്ളത് ആയിരിക്കും. ഒരു സ്വർഗീയ പ്രവർത്തനം നമ്മിൽ ഉണ്ടാകും. നമ്മുടെ സ്വന്തം അസ്തിത്വത്തിൽ നാം അത് അനുഭവിക്കും. യാഗപീഠത്തിൽ നിന്നും എടുത്ത എരിയുന്ന തീക്കനൽ നമ്മുടെ അധരങ്ങളെ സ്പർശിക്കും. കുഞ്ഞാടിൻ്റെ ചുടുനിണത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. അതാണ് ഈ സമയത്ത് നമ്മുടെ ആവശ്യം. യെശയ്യാവിനെ പോലെയും അപ്പോസ്തലനായ പൗലോസിനെ പോലെയും ആ നിലവിളി നമ്മിൽ നിന്ന് ഉയരുമ്പോൾ തീർച്ചയായും സ്വർഗം അതിനോട് പ്രതികരിക്കും. അത്തരത്തിലുള്ള വിശുദ്ധന്മാരുടെ ഒരു പാത്രമാണ് ദൈവത്തിൻ്റെ ഇന്നത്തെ ആവശ്യം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഈ തിരുവെഴുത്തുകളിൽ ദൈവത്തിൻ്റെ ഹൃദയഭാരത്തെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം സ്നേഹിക്കുന്ന തൻ്റെ മക്കളിൽ അനേകർ തങ്ങളുടെ സ്വന്തം വഴികളിൽ നടന്നുകൊണ്ട് തന്നെ വിട്ടകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന ആ ദൈവശബ്ദത്തെ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ മകനെ, എൻ്റെ മകളെ, എനിക്കായി ഏൽപ്പിച്ചു തന്ന യെശയ്യാവിനെ പോലെ ഞങ്ങളുടെ ആവശ്യത്തിനായി നിങ്ങൾ പോകുമോ എന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന
സകലത്തിൻ്റെയും മധ്യത്തിൽ ദൈവം തനിക്ക് വേണ്ടി ഒരു ജനത്തെ സുരക്ഷിതമാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ അത് പ്രകടമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആന്തരിക പ്രവൃത്തിയാൽ സംഭവിക്കും. നമ്മുടെ ആന്തരിക മനുഷ്യനിൽ കുഞ്ഞാടിൻ്റെ പുതുമയുള്ള രക്തത്തിന് ഒരു പ്രവൃത്തി ചെയ്യുവാൻ നമുക്ക് ഇടം കൊടുക്കാം. ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന ദൈവശബ്ദത്തോടെ നമുക്ക് പ്രതികരിക്കാം. ദൈവസ്നേഹം മനസ്സിലാക്കി നമുക്ക് തന്നെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.